മലയാളം അറിയും. നിങ്ങൾ എവിടുന്ന വരുന്നത്? ഞങ്ങൾ അബുദാബി. ഹബീബി കം ടു ദുബായ്. അതിന് തൊട്ടപ്പുറത്ത് ഹബീബി കം ടു അബുദാബി. ഇതാണ് നമ്മൾ താമസിച്ച വീട്. നാട്ടിലൊരു പഴയ ടെറസിട്ട വീടിന്റെ ഒരു സ്റ്റൈൽ ഉണ്ടല്ലേ. അവിടെ ഒരുപാട് വില്ലാസ് ഉണ്ട്. ഇതെല്ലാം ഒമാനി ലോക്കൽസിന്റെ വില്ലാസ് ആണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. സലാലിൽ തന്നെയാണുള്ളത്. സലാലിലത്തെ രണ്ടാമത്തെ ദിവസമാണെന്ന്. രാവിലെ നീറ്റ് ഫ്രഷ് ആയത് ജസ്റ്റ് പുറത്തിറങ്ങിയ സമയത്തുള്ളൊരു കാഴ്ചയാണിത്. നാട്ടിൽ പുറത്തിറങ്ങിയ ഒരു അവസ്ഥയാണ് കേട്ടോ. ഒരുപാട് കാക്കകളും അതുപോലെ തന്നെ പച്ച പുല്ലുകളും പാടങ്ങളൊക്കെ. ഇവിടെ നമുക്ക് ക്രിക്കറ്റ് കളിക്കാനൊക്കെ നല്ല ഏരിയ ആണ് കേട്ടോ. അതൊക്കെ ഫുട്ബോൾ ക്രിക്കറ്റൊക്കെ കളിക്കാൻ പറ്റുന്ന ഏരിയാസാണ്. ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഖരീഫ് സീസൺ തുടങ്ങുകയാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട സീസൺ എന്ന് പറഞ്ഞാൽ ഖരീഫ് സീസൺ. ഖരീഫ് സീസൺ ജൂലൈ ഓഗസ്റ്റിലാണ്. നല്ല മഴയും നല്ല മഞ്ഞും, മൂടൽ മഞ്ഞ്, കോടമഞ്ഞ് എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ നല്ല സെറ്റായ വൈബായിട്ടുള്ള സമയം 2 മാസമാണ്. അതിനുശേഷം ഡിസംബർ വരെയും ചെറുതായിട്ട് മഴയും മഞ്ഞൊക്കെ ഉണ്ടാവും എന്നാണ് ഇന്നലെ ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഇന്നലെ ചെറിയ കടകളുണ്ട് നാട്ടിലെ പോലെ തന്നെ. അവിടെയൊക്കെ പോയിട്ട് നമ്മൾ നാട്ടുകാരുണ്ട്, അതുപോലെ ബംഗാളികളുണ്ട് ഇവിടെ കൂടുതലും. ബംഗാളികളും മലയാളികളാണ് കൂടുതലും കണ്ടത്. അപ്പോൾ അവരുടെയൊക്കെ സംസാരിച്ചു. അപ്പോൾ അവരൊക്കെ പറഞ്ഞ ഡിസംബർ ജനുവരി വരെ ഈ ഒരു സീസൺ ചെറുതായിട്ട് ഇങ്ങനെ നിലനിൽക്കുന്ന പറയുന്നത്. പക്ഷേ നല്ലൊരു വൈബ് വരുന്നത് ജൂലൈ ഓഗസ്റ്റ്. അതാണ് ഖരീഫ് സീസൺ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് രണ്ടാമത്തെ ദിവസം. ഇന്ന് എങ്ങോട്ടാ പോകണേ സലാംക്ക? ജബൽ അയ്യൂബ് നബിയുടെ മക്ബറൊക്കെ ഉണ്ടല്ലേ. നിങ്ങൾ എത്ര വർഷമായി ഇവിടെ വരിക? 20 വർഷമായി. നിങ്ങൾ 25 വർഷമായി. മാഷാ അല്ലാഹ്. അവിടുത്തെ A to Z കാര്യങ്ങളും ഇവർക്ക് രണ്ടാൾക്കും അറിയാം. എങ്ങനെയാണ് സലാലേക്ക് പോയതെന്നുള്ള ഒരുപാട് ഫ്രണ്ട്സ് ചോദിച്ചിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പോയത് ബൈ എയർ ആണ്. വിസ് എയറിലാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത്. 450 dirhams ആണ് പെർ ഹെഡിന് അപ്പ് ആൻഡ് ഡൗൺ വന്നത് കേട്ടോ. ടിക്കറ്റ് ഫെയർ നല്ല ഫെയർ ആണ്. ഞാൻ മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണ്. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ഫെയർ കിട്ടിയത്. ഒരു പക്ഷേ നമ്മളിപ്പോൾ പോകാൻ സമയത്ത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ, പ്രത്യേകിച്ചും ഖരീഫ് സീസണാണ് ഈ ഒരു മാസം, അതുകൊണ്ട് തന്നെ നല്ല ഫെയർ ആയിരിക്കും. ഒരുപാട് GCC ഉള്ള അറബ് ലോക്കൽസ് ഒക്കെ പോകുന്ന, അല്ലെങ്കിൽ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സീസണാണ് ഈ ഖരീഫ് സീസൺ സലാലയിൽ. സോ വിസ് എയറിലാണെങ്കിലും ഏത് എയറിലാണെങ്കിലും നല്ല ഫെയർ ആയിരിക്കും ഈ സമയത്ത്. അബുദാബിയിൽ നിന്ന് വിസ് എയറും എയർ അറേബ്യയാണ് സലാലിലേക്കുള്ളത്. അപ്പോൾ ഞാൻ മുൻകൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ ഒരു ടിക്കറ്റ് കിട്ടിയത്. നല്ലൊരു ഫെയർ ഇതുപോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഗസ്റ്റ് ലാസ്റ്റോ അല്ലെങ്കിൽ സെപ്റ്റംബർ ഫസ്റ്റ് വീക്കൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെസ്റ്റ് ഫെയർ കിട്ടും. ഇന്ന് സലാമൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ജബൽ അയ്യൂബ് എന്നുള്ള മല വിസിറ്റ് ചെയ്യാനാണ് പോകുന്നത്. അവിടെ അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ മക്ബറയാണുള്ളത്. ബീത്ത് സെർബിജ് എന്നാണ് ഈ ഒരു ഹിൽ സ്റ്റേഷൻ്റെ നെയിം. ഇത് സലാലയിൽ നിന്ന് ഏകദേശം 27 കിലോമീറ്ററോട് ദൂരമുണ്ട് ഈ ഒരു ഹിൽ സ്റ്റേഷനിലേക്ക്. 27 കിലോമീറ്ററിൽ ഏകദേശം ഒരു 75% നമുക്ക് മലയുടെ മുകളിലൂടെയാണ് പോകേണ്ടത്. നല്ല മഞ്ഞാണ്. ജസ്റ്റ് കയറിയിട്ടുള്ളൂ. കയറിയ സമയത്ത് തന്നെ നമുക്ക് മഞ്ഞ് കിട്ടി. അതിന് ശേഷം മഴയും കിട്ടി. ചാറ്റൽ മഴയാണ്. വലിയൊരു മഴയൊന്നുമല്ല, പക്ഷേ വിസിബിലിറ്റി വളരെ കുറവാണ്. സമയം 8:45 രാവിലെ. ഏകദേശം ഈ ഒരു സമയത്ത് വന്നുകൊണ്ടാണ് നമുക്ക് ട്രാഫിക് ഒന്നും ഇല്ലാതെ കിട്ടിയത്. അല്ലാതുണ്ടെങ്കിൽ ഈ മഞ്ഞത്തും ഈ ഒരു വിസിബിലിറ്റി കുറഞ്ഞ സമയത്ത് ട്രാഫിക് കൂടിയാണെന്നുണ്ടെങ്കിൽ നല്ല പാടാണ് ഡ്രൈവ് ചെയ്യുക. അതുകൊണ്ട് തന്നെ സലാംക്ക ഇന്ന് ആദ്യം പ്ലാൻ ചെയ്തത് ജബൽ അയ്യൂബാണ്. നമ്മൾ കുറച്ചും കൂടി കഴിഞ്ഞ് ഒരു 10-11 മണിക്ക് ശേഷം വരികയാണെന്നുണ്ടെങ്കിൽ ക്ലൈമറ്റ് ഇതുപോലെ ആയിരിക്കും, പക്ഷേ നല്ല ട്രാഫിക് ആയിരിക്കും. നമുക്കൊന്നും കാണാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ ട്രാഫിക്കിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നേരത്തെ വന്നത്. സോ ഇന്ന് ജബൽ അയ്യൂബിലേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു പോകുന്ന യാത്ര ഉണ്ടല്ലോ, അതൊരു ജബലിലൂടെയാണ് യാത്ര. അത് മഞ്ഞും മഴയിലൂടെ പോകുന്ന സമയത്ത് നല്ലൊരു ഫീലിംഗ്. ഈ മരങ്ങൾ, ഒറ്റപ്പെട്ട് നിൽക്കുന്ന മരങ്ങൾ ഒരുപാട് കാണുന്നുണ്ട്. ഈ മഞ്ഞത്ത് അല്ലെങ്കിൽ ഈ മഴയത്ത് ആ മരങ്ങൾ കാണുമ്പോൾ നല്ലൊരു ഫീലാണ്, നല്ലൊരു വൈബാണ്. നബി അലൈഹി സ്വലാമിന്റെ ചരിത്രങ്ങൾ കുറെ പറയുന്നുണ്ട്. അയ്യൂബ് നബി അലൈഹി സ്വലാമിനെ അല്ലാഹു തആല ഒരുപാട് പരീക്ഷണങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ രോഗം കൊണ്ട് തന്നെ ഒരുപാട് പരീക്ഷണങ്ങൾ അല്ലാഹു തആല കൊടുത്ത് അവസാനം ഇതൊക്കെ വിജയിച്ച് അസുഖങ്ങളൊക്കെ മാറിയിട്ടാണ് അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞതെന്നാണ് ചരിത്രം. ഇവിടെ കാണാൻ ഒന്നുമില്ല. ഈ മക്ബറി അദ്ദേഹം ഈ അസുഖം വന്ന് കുളിച്ചൊരു കുളമുണ്ട്. ആ കുളത്തിൽ പോയി കുളിച്ചപ്പോൾ ആ വെള്ളമാണ് ശിവ കിട്ടിയെന്നാണ് ചരിത്രം പറയുന്നത്. ആ കുളം കുറച്ച് താഴത്തെ, കുറച്ച് നമുക്ക് വണ്ടി എടുത്തിട്ട് ഇങ്ങനെ ഇറങ്ങണം. കാഴ്ചകൾ പലതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണം, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ജബൽ അയ്യൂബ് മലയിലെത്തിയിരിക്കുകയാണ്. ബൈബിളിൽ പറഞ്ഞ ദ പ്രോഫിറ്റ് ജോബ്സ് പീസ് ബി അപ്പോൺ ഹിം, സാക്ഷാൽ അയ്യൂബ് നബിയുടെ മക്ബറയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ മഞ്ഞത്ത് മഴയത്ത് ഇവിടെ നിൽക്കുന്ന സമയത്ത് വല്ലാത്തൊരു ഫീല് മനസ്സിൽ. ഇത് അയ്യൂബ് നബിയുടെ കാൽപാദമാണ്. ഇന്നും അത് അതുപോലെ നിലനിൽക്കുന്നുണ്ട്. ഇതാണ് അയ്യൂബ് നബിയുടെ ഖബർ. 4 മീറ്റർ നീളവും 1.5 മീറ്റർ ഹൈറ്റുമാണ് ഈ ഒരു ഖബറിന് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഖുർആനിൽ അയ്യൂബ് നബിയെ പരാമർശിച്ചിട്ടുള്ള ആയത്തുകളൊക്കെ ഇവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്.
നേരത്തെ സലാംക്ക പറഞ്ഞതുപോലെ അയ്യൂബ് നബിയുടെ ചരിത്രം, ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, രോഗം കൊണ്ട് ഒരുപാട് പരീക്ഷണം ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു നബിയാണ് അയ്യൂബ് നബി. ഇത് അയ്യൂബ് നബി അന്ന് പ്രാർത്ഥിച്ചിരുന്ന ഒരു ഏരിയയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇത് നല്ലതാ. നമ്മൾ അയ്യൂബ് നബി കുളിച്ചൊരു കുളം കാണാൻ വേണ്ടി പോകണം. നല്ല റോഡ് അതിൽ കൂടെ ഉണ്ട്, പക്ഷെ നമ്മൾ കുറച്ച് അഡ്വഞ്ചർ ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഇതിൽ കൂടെ ഇറങ്ങിയത്. എന്താ ഭംഗിയല്ലേ. ഐക്കബാലിന്റെ എങ്ങനെയുണ്ട്? എത്തിയോ? സ്ഥലത്തി. ഓ ഇതൊന്നും ഇനി കിട്ടൂല കേട്ടോ. നമ്മളെ മൂന്നാറിലോ വയനാട്ടിലോ ഊട്ടിയിലോ ഒന്നും ഇല്ലാത്ത സംഭവമാണ് ഇവിടെ. പുഴുകല്ല മുത്തേ നോക്ക്. അല്ല നമ്മള് തിരിച്ചിട്ട് ഇങ്ങനെ തന്നെ പോണോ? ഇതുപോലെ കുളം നമ്മൾ കുളിക്കാൻ പറ്റുന്ന കുളം ഏത്? ക്യാമറ ആ കാണുന്നതാണ് അയ്യൂബ് നബി കുളിച്ച കുളം. നേരത്തെ സലാംക്ക അതിൻ്റെ ഹിസ്റ്ററി പറഞ്ഞപ്പോൾ ഒരുപാട് കാലം, ഏകദേശം 8-10 വർഷത്തോളം അയ്യൂബ് നബി രോഗം കൊണ്ട് പ്രയാസപ്പെട്ടിരുന്നു, ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. ഇത് കാണാൻ വരുന്ന മിക്കവാറും ആളുകളും ഇവിടെ നിന്ന് കുളിക്കാറുണ്ട്, അല്ലെങ്കിൽ മുഖം കഴുകാറെങ്കിലും ഉണ്ട്. ഇതൊരു പാറ കേട്ടോ. പാറന്റെ മുകളിൽ നിന്നാണ് നമ്മൾ ഇറങ്ങി വന്നത്. പാറ കാണിക്കണ്ടേ? ഇറങ്ങിയത് അത് അഡ്വഞ്ചറാണ്. അത് ഇവിടുന്ന് നോക്കുമ്പോ ഭയങ്കര ഡേഞ്ചറാണ്. അവിടുന്ന് അവിടെ ഇത് കുഴപ്പമില്ല. ഇത് നമ്മളെ ലുലുന്ന് എടുത്ത ചെരുപ്പാണ് ഇട്ടത്. ഒരു ചായ കുടിക്കാൻ വേണ്ടി വന്നാണ് കേട്ടോ. ചെറിയൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് ഇവിടെ. ഇത് ചെറിയ റെസ്റ്റോറൻറ്റ് കേട്ടോ, അത്യാവശ്യം വലുപ്പമുണ്ട്. ഇതിൻ്റെ അകത്ത് കയറിയപ്പോഴാണ് മനസ്സിലായത്. ബോർഡ് ചെറിയ ബോർഡ്, പക്ഷെ നല്ല സ്പേസ് ഉള്ള റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഏതായാലും നമ്മളിവിടുന്ന് ഒരു സുലൈമാനി കുടിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിട്ടോ. അയൻ ഗർസീസിലാണ്. അയൻ ഗർസീസിന്റെ പ്രത്യേകത എന്താ? അവിടെ ഒരു നമുക്ക് കുളിക്കാൻ പറ്റിയ ഒരു ചോല, നാട്ടിലെ ഒരു കുളം പോലെ, അരുവി പോലെ ഒരു ജബലിന്റെ താഴ്വര. ചാടി കുളിക്കാൻ പറ്റും. ചാടി കുളിക്കാം, നീന്തി തുടിക്കാം. നല്ല തെളിഞ്ഞ വെള്ളമാണ്. പേര് പോലെ തന്നെ ഇതൊരു കണ്ണായ സ്ഥലമാണ് അല്ലേ? ഇവിടെ ഇപ്പൊ സീസൺ തുടങ്ങുക കേട്ടോ. കുറച്ചും കൂടി പച്ചപ്പ് വരാണ്ട്. ഇപ്പൊ നമ്മൾ കണ്ട ഈ വീഡിയോയിൽ 2 സൈഡിലും നല്ല പച്ചപ്പായിരിക്കും. പക്ഷെ സീസൺ തുടങ്ങുന്നതുകൊണ്ടാണ്. ഒരു 2 ആഴ്ച കൂടി വെയിറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും, നല്ല പച്ചപ്പായിരിക്കും. പിന്നെ മാത്രല്ല നല്ല റോഡിന്റെ 2 സൈഡിലും സ്റ്റാളുകളുണ്ട്. ഈ ഒരു സ്ഥലമാണ് കേട്ടോ അത്. ഇവിടെ നല്ല വെള്ളം കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇവിടെയൊക്കെ വെള്ളം ഉണ്ടാവാറുണ്ട്. നമുക്ക് കുളിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ വെള്ളം ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇപ്പോൾ ഇവിടെ മഴ വന്നിട്ടില്ല, വെള്ളമായി തുടങ്ങിയിട്ടില്ല. മുകളിൽ നിന്ന് വെള്ളം നല്ല വരാറുണ്ട്. ഇപ്പോൾ മഴ തുടങ്ങുന്നുള്ളൂ. വേണ്ടല്ലോ ഒരു 10-15 ദിവസം കൊണ്ട് ഇവിടെ നിറച്ച് വെള്ളമാവും, നല്ല മഴ പെയ്യുമ്പോൾ. ഒരു കല്ല് നിൽക്കണമൊക്കെ, പാറക്കല്ല്. ഇത് മുകളിൽ നിന്ന് ഇവിടുന്ന് വന്നാവുണ്ടല്ലേ.
സാനൂത്തുള്ള ഒരു കുളത്തേക്കാണ് പോണത്. ഈ കുളത്തിന്റെ പ്രത്യേകത എന്താണ്? ഈ കുളത്ത് പറഞ്ഞാൽ ഏത് സമയത്തും വെള്ളം ഉണ്ടാവും. നമ്മൾ നാച്ചുറൽ ബാത്തിങ്ങിന് പറ്റിയ സ്ഥലമാണ്. നമുക്ക് നല്ല നല്ല ശുദ്ധമായ വെള്ളമാണ്. ഏത് സമയത്തും നമുക്ക് കുളിക്കാം. ഏത് സമയത്തും വെള്ളം ഉണ്ടാവും. ഏത് സമയത്തും വെള്ളം ഉണ്ടാവും. സീസണിൽ മാത്രമല്ല, അല്ലല്ല, ഏത് സമയത്തും ഉണ്ടാവും. ഇതാണ് ഐൻ സൈനത്ത് എന്നുള്ള കുളം. അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത്. നല്ല ബ്ലൂ ക്രിസ്റ്റൽ വാട്ടർ ആണ്. നമ്മൾ വാരിക്കും ടീമൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കുളിക്കുന്ന ഒരു സ്ഥലത്ത് അവിടെ മുകളിലേക്ക് കുറച്ച് ടീം പോയിട്ടുണ്ട്. എങ്ങനെ അവരെ പോയി എന്നറിയില്ല, പക്ഷെ ഭയങ്കര ഡേഞ്ചറാണ്, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഏതായാലും നമ്മളിവിടുന്ന് കുളിക്കുന്നില്ല എന്ന്, നമ്മൾക്ക് ഒരുപാട് സ്ഥലം വിസിറ്റ് ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് തിരിച്ചു പോകണം. നമ്മൾ അടുത്ത ജബലിലേക്ക് പോവാണ്. സീക്ക് ജബലിലേക്കാണ് പോണത്. നമ്മൾ നേരത്തെ പോയിട്ടുള്ള അതേപോലെ തന്നെയാണ്, അതേ ഒരു ഫീലിംഗ് തന്നെയാണ്. ജബൽ കയറുന്നതോളം വിസിബിലിറ്റി കുറഞ്ഞു വരികയാണ്. മഞ്ഞും നല്ല മഴയുണ്ട്. ഇവിടെ അങ്ങനെ പോകുന്ന സമയത്ത് രണ്ട് സൈഡിലും നേരത്തെ കണ്ടതുപോലെ തന്നെ ചെറിയ ചെറിയ മരങ്ങളുണ്ട്. നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മരങ്ങളുണ്ട്. നമുക്ക് തിരിച്ചു വരുമ്പോൾ അവിടെ ഇറങ്ങിയിട്ട് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കണം. ഇനി നമ്മൾ ഹൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ മക്കബറ കൂടിയും കവർ ചെയ്തിട്ട് ഇവിടുന്ന് തിരിച്ചു പോകും. നല്ല ചാറ്റൽ മഴ ഉണ്ട്. നല്ല ജബൽ കയറുന്ന സമയത്ത് നല്ല ചാറ്റൽ മഴ ഉണ്ട്. ഇപ്പോഴും ചെറുതായിട്ടുണ്ട്, പക്ഷെ കോട മഞ്ഞ്. 12:45 സമയം. നല്ല മഞ്ഞാണ്. ഇപ്പൊ കണ്ടല്ലോ, വീഡിയോയിൽ കണ്ട പോലെ തന്നെ നല്ല മഞ്ഞാണ്. ഇതാണ് ഹൂദ് നബിയുടെ ഖബർ. ഈ ഒരു ഖബറിന്റെ നീളം 3 മീറ്റർ ആണ്. അതുപോലെ തന്നെ ഇതിന്റെ ഹൈറ്റ് 1.5 മീറ്റർ ആണ്. ഖുർആനിൽ ഏകദേശം 7 സമയത്തോളം ഹൂദ് നബിയെ പരാമർശിച്ചിട്ടുണ്ട്. ഹൂദ് നബിയെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ഈ ഒരു മക്ബറിന്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഇതിന്റെ മുമ്പിൽ തന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഹൂദ് നബിയെ കുറിച്ച് പറഞ്ഞ ഖുർആനിലെ ആയത്തുകളും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ മരം നല്ല രസമല്ലേ? നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇറങ്ങിയതാട്ടോ. ഈ ഒരു മരം എന്താ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ജസ്റ്റ് ഒന്ന് ഒരു ഫോട്ടോ എടുക്കുക എന്ന് വിചാരിച്ച് ഇറങ്ങി. ഇവിടെ വേറൊരു അടിപൊളി മരം കൂടി കണ്ടു. അപ്പോൾ ഇവിടെ കൂടി ഇറങ്ങിയിട്ട് നമുക്കൊന്ന് വീഡിയോ എടുക്കാം. നല്ല ചാറ്റൽ മഴ ഉണ്ട് കേട്ടോ. You're the night sky trying to make me see your stars, but the dark gets lonely. Now I see violet, I can feel silence, and the dark's all that I see. When your stars have burnt out and your heart makes no sound, I'll find valid in your eyes. You'll always be my night sky. ഇവിടെ ഫുഡ് കഴിക്കാൻ കയറിയതാണ് കേട്ടോ. ചിക്കന്, ये बीफ सलाना है। ബീഫ്, ये उनका मसाला बना सकते हैं। ये आप खाएंगे तो मसाला बना सकते हैं। वो कितने हैं? वो 2 रियल का। क्या है? बीफ है। ये चावल किधर है? चावल इधर ही दिखाए हम। ഏതല്ലേ? ये क्या है? ये बुखारी। അയ്യോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം കേട്ടോ. ഇവിടെ ഒരുപാട് ടെൻറ്റുകളുണ്ട്. ടെൻറ്റുകളുണ്ട്, അതുപോലെ തന്നെ ഓപ്പൺ ടേബിൾസ് ഉണ്ട്. നമുക്ക് ഇവിടെ എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും ഫുഡ് കഴിക്കാം. നല്ലൊരു വൈബല്ല അത് അവിടെ ഒരുപാട് ടെൻറ്റ്സ് ഉണ്ട്. നമുക്ക് എവിടെ വേണമെങ്കിലും ഫുഡ് കഴിക്കാം. അവിടെ ഓർഡർ ചെയ്തിട്ട്, അതൊക്കെ റെസ്റ്റോറൻറ്റ്സ് ആണ്. അവിടെ ഓർഡർ ചെയ്തിട്ട് നമുക്ക് ഇവിടെ വന്ന് ഇരുന്നാൽ മതി, അവർ കൊണ്ടു തരും. ഓപ്പൺ ആയിട്ടുള്ള ടേബിളുണ്ട്, മറ്റതുണ്ട്. എവിടെ ഇരിക്കണേ? എവിടെ ഇരിക്കണേ? ഓപ്പണിൽ ഇരിക്കണോ ടെൻറ്റിൽ ഇരിക്കണോ? നമ്മളെ ഫുഡ് കഴിക്കാൻ പോകട്ടോ. കാണുന്നതാണ് വാദി ദർബാദ്. വാദി ദർബാദിലെ വാട്ടർഫോൾസ് ആണ്. വാദി ദർബാദും ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ മുകളിൽ പോയി നോക്കി, പക്ഷെ അവിടെയും പോലീസ് കടത്തി വിടുന്നില്ല ഇങ്ങനത്തെ പ്രശ്നം കൊണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ ഇരുന്നിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. എല്ലാം ക്ലോസ്ഡാണ്. ഇതാ വെച്ചിട്ടില്ല ബാരിക്കേഡ്. ഈ ബാരിക്കേഡൊക്കെ വെച്ചതിനർത്ഥം അതിനകത്തേക്ക് പോകാനോ നടന്നു പോകാനോ വണ്ടിക്ക് പോകാനോ പാടില്ല എന്നാണ്. അപ്പോൾ ഏതായാലും നമുക്ക് ഇവിടെ നിന്നുള്ള ഒരു വ്യൂ കണ്ടതിന് ശേഷം മടങ്ങി പോവാം. അപ്പോൾ എങ്ങനെയുണ്ട് സലാല? അടിപൊളിയല്ലേ? ഒരുപാട് സ്ഥലം മിസ്സായിട്ടോ. മിസ്സായെന്ന് വെച്ചാൽ ഈ ഒരു കാരണം കൊണ്ട് ഒരുപാട് സ്ഥലത്ത് പോകാൻ പറ്റിയില്ല. പ്രധാനപ്പെട്ട സ്ഥലമായിരുന്നു ഈ വാദി അൽ ദർബാദൊക്കെ, പക്ഷെ അവിടെ ഒന്നും പോകാൻ പറ്റിയില്ല. ഇനി നെക്സ്റ്റ് ടൈമിൽ ഇൻഷാ അല്ലാഹ് പോകണം.
അടുത്ത് നമ്മൾ പോകുന്നത് മിർബാത്തിലേക്കാണ്. മിർബാത്തിന്റെ എൻട്രൻസിന് 2 മിനി സ്റ്റാച്ചു ഹൗസുകളാണ് കേട്ടോ. അതാണ് മിർബാത്തിന്റെ എൻട്രൻസ്. റോഡിന്റെ 2 സൈഡിലുമായിട്ടുള്ള ഈ ഒരു സ്റ്റാച്ചു അറേബ്യൻ കുതിരകളുടെ പ്രജന കേന്ദ്രമായിട്ടുള്ള മിർബാത്തിന്റെ ചരിത്ര വിചിത്രമായിട്ടുള്ള സ്മാരകം തന്നെയാണ് കേട്ടോ. ഇതാണ് മിർബാത്ത് കടൽ, മിർബാത്ത് ബീച്ചാണിത്. ഇവിടുന്ന് ഒരുപാട് ആളുകൾ പേഴ്സണൽ ബോട്ട്സുകളിലും അതുപോലെ തന്നെ ട്രഡീഷണൽ ബോട്ട്സുകളൊക്കെ പോയിട്ട് മീൻ പിടിക്കുന്ന ഒരു ഫിഷിംഗ് ടൗൺ ആണ് മിർബാത്ത്. സലാലയിൽ നിന്ന് ഏകദേശം 75 കിലോമീറ്ററോളുണ്ട് മിർബാത്ത് ടൗണിലേക്ക്. ഇതൊരു ചാമിങ് കോസ്റ്റൽ ഏരിയ കൂടിയാണ്. ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ജബൽ സമ്മാൻ അതുപോലെ തന്നെ അറേബ്യൻ സീയുടെയും ഇടയിലാണ്. ഈ ഒരു സ്ഥലമാണ് സലാലയിലെ കേരളത്തിനോട് ഏറ്റവും അടുത്തുള്ള സ്ഥലം എന്നാണ് കരുതപ്പെടുന്നത്. മിർബാത്തിൽ തന്നെ ഒരുപാട് ചെറിയ ചെറിയ ബീച്ചുകളുണ്ട്. ആ ബീച്ചുകളിൽ പലതിലും നമുക്ക് ഇറങ്ങാൻ പറ്റില്ല, അത്രയ്ക്കും തിരമാലകളാണ് ഈ ബീച്ചുകളിൽ. ജബലിന്റെയും കടലിന്റെയും തീരം ഇങ്ങനെ ആസ്വദിക്കാൻ നല്ല ഭംഗിയാണ്. ഇവിടെ ഒരുപാട് ആളുകൾ മീൻ പിടിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പേഴ്സണൽ ആയിട്ടുള്ള ബോട്ടുകളിലും ട്രഡീഷണൽ ആയിട്ട് ഫിഷിങ്ങിന് ഉപയോഗിക്കുന്ന ബോട്ടുകളിലൊക്കെ വന്നിട്ട് മീൻ പിടിക്കുന്നുണ്ട്. ഏകദേശം ഒരു 3-3:30 ആയി. അതുകൊണ്ട് തന്നെ ഇവിടെ ആളുകൾ കുറവാണ് ഫിഷിങ്ങിന്. Your heart makes no sound. I'll find valid in your eyes. You'll always be my night sky. You'll always. വണ്ടി ന്യൂട്രാണ്. ന്യൂട്രല്ല, ഓഫാണ്. വണ്ടി ഓഫാണ്. വണ്ടി ഓഫ് ആക്കി. ഏതുവരെ പോകും നോക്കാം. എങ്ങനെ പോവും? എത്ര വരെ പോവും? അതങ്ങോട്ട് പോവും, കടലിൽ അങ്ങോട്ട് വലിച്ചോണ്ടോ നമ്മളെ. സംഭവം പൊളി ആണ്. ഗ്രാവിറ്റി ഏരിയ മോട്ടറിലാണ് വണ്ടി ഇരിക്കുന്നത്. വണ്ടി ഓഫാണ്. വണ്ടി ഓഫാണ്. വണ്ടി പിന്നെന്താ വണ്ടിയൊക്കെ ഓടിക്കാനൊക്കെ. ബ്രേക്ക് വേണം, പവർ വേണം. അത് അങ്ങനെ പിടിച്ചു പോയിരിക്കുക. പവറിന്റെ പ്രശ്നം ഉണ്ടായി സ്റ്റാർട്ടിങ്ങിൽ ന്യൂട്രൽ ഇട്ടിട്ടേ പോലുള്ളൂ. ഇനി അങ്ങോട്ട് ഇറക്കാണ്. അതുവരെ പോവും. ഇതാണ് ലൊക്കേഷൻ ഓഫ് ഗ്രാവിറ്റി കേട്ടോ. ഇവിടെ ഈ മുകളിലുണ്ടല്ലോ, ഇതൊരു കയറ്റാണ്, ചെറിയൊരു കയറ്റാണ്. പക്ഷെ ഇവിടെ നമ്മൾ ന്യൂട്രലാക്കിയാൽ വണ്ടി പോകും. ലൊക്കേഷൻ ഓഫ് ഗ്രാവിറ്റി ഇതാണ് അതിന്റെ ലൊക്കേഷൻ. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇവിടെ നിന്ന് നമ്മൾ ന്യൂട്രലാക്കി കഴിഞ്ഞാൽ വണ്ടി സ്വയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇവിടെ ഒരുപാട് ആൾക്കാർ ട്രൈ ചെയ്യുന്നുണ്ട്. ഡ്രൈവിംഗ് സീറ്റിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. കുറച്ച് ഡേഞ്ചറാണ്, അതൊന്നും ചെയ്യാൻ പാടില്ല. പക്ഷെ നമ്മൾ വണ്ടി ഓഫാക്കി കഴിഞ്ഞിട്ട് ന്യൂട്രൽ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി സ്വന്തമായിട്ട് കയറിപ്പോവും. റിവേഴ്സ് ഗിയർ അല്ല, ഇത് ന്യൂട്രലാണ്. Figure you out now. I see you're blue. There is so much cold in you, and the silence is so loud when you go. I just stay dancing with my shadow all day. Watch the time. I can't find the point where our two paths align. Right, you're the night sky. I'm trying to see your stars. Heart makes no sound. I'll find valid in your eyes. You'll always be my night sky.
ഇന്ന് സമയം ഒരുപാടായി. സലാല ട്രിപ്പിന്റെ ഡേ 2 ഇതാ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഡേ 3 അല്ലെങ്കിൽ ഫൈനൽ പാർട്ടുമായിട്ട് നെക്സ്റ്റ് ടൈം കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.